യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ദൈവത്തിന്റെ എല്ലാ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അതിശയകരമായിട്ട് അത്ഭുതകരമായി ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമീൻ. സ്തോത്രം. പൽക്കാലം ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു ഉറവ ദൈവം നമുക്കായി തുറക്കും. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ അടയപ്പെട്ടതിന്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്. അതേ സ്തോത്രം. ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ആർക്കും അടപ്പാൻ കഴിയാത്ത, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അടപ്പാൻ കഴിയാത്ത, നാം എത്ര തന്നെ ഉപയോഗിച്ചാലും തീരാത്ത ഒരു ഉറവ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കുക. മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവം മരുഭൂമിക്കകത്തും ഉറവ തുറപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നമ്മോട് കൂടെയുള്ളത്. മരുഭൂമിയുടെ അനുഭവമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിനകത്ത്. എല്ലാ കരുതലുകളും അസ്തമിച്ച ഇടത്തായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഒരു ഉറവ, ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ വഴി തുറന്നു തരുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 21 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 21-19 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലത് നമ്മുടെ മുമ്പിൽ തുറക്കാം. നാം മാനുഷികമായി തുറക്കുന്ന ചിലത് നമ്മുടെ മുമ്പിൽ കാണുമായിരിക്കാം. ശത്രു നമ്മുടെ മുമ്പിൽ നമ്മെ പരീക്ഷിക്കേണ്ടത്, നമ്മെ പ്രലോഭിപ്പിക്കേണ്ടതിനായിട്ട് പലരും കൂടി ഓഫർ പോലെ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വഴികൾ കാണുമായിരിക്കാം. പക്ഷെ മാനുഷികമായി നാം തുറന്ന വഴികൾ, നമുക്ക് വേണ്ടി മറ്റു മനുഷ്യർ തുറന്ന വഴികൾ, ഏത് സാഹചര്യത്തിലും അവർ അടച്ചു കളയുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. അതുപോലെ ശത്രു നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വാതിലുകൾ നാം അവന്റെ പ്രലോഭനത്തിനകത്ത് അകപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ആ വാതിലുകളെ അടച്ചിരിക്കാം. പക്ഷേ എനിക്കും നിങ്ങൾക്കും വേണ്ടി സർവശക്തനായ ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ ആർക്കും അടപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു വാതിൽ, ആർക്കും അടപ്പാൻ കഴിയാത്ത, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ ഉടനീളം അതിനെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഒരു ഉറവയെ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇത് ഇവിടേക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അബ്രഹാമിന്റെ ഒരു കരുതൽ ആരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു? ഹാഗറിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അല്പ വെള്ളവും ഒരു തുരുത്തി വെള്ളവും അപ്പവുമായിട്ട് എന്ത് ചെയ്യുന്നു? പൈതന്യമായിട്ട് അബ്രഹാം ഹാഗറിനെയും കുഞ്ഞിനെയും ആ ഭവനത്തിൽ നിന്ന് പറഞ്ഞുവിടുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ കാണുന്നു, അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമി ഉഴന്നു നടന്നു. അപ്പൊ ആ മാനുഷികമായ കരുതലുകൾ എവിടം വരെ എത്തിച്ചോളൂ? ആ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചോളൂ. ആ മരുഭൂമിക്കകത്ത് അവർ ഉഴന്ന് നടക്കുകയാണ്. കാരണം ആരെയും കാണാനില്ല, ഒരു ഉറവയില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് ഉഴന്ന് നടക്കുന്ന ഒരു സാഹചര്യം. കയ്യിലുണ്ടായിരുന്ന വെള്ളമെല്ലാം തുരുത്തിയിലെ വെള്ളമെല്ലാം തീരുവാനായിട്ട് ഇടയായി തീർന്നു. അവൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൾ കുട്ടിയെ ഒരു കുറുക്കാട്ടി തണലിൽ ഇട്ടിട്ട് അവൾ പോയി അതിനെതിരെ നിന്നിട്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് നിന്നിട്ട് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, ദൈവശബ്ദം കേട്ട് ഞാനും നിങ്ങളും യാത്ര തിരിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട
നഷ്ടപ്പെട്ടു വന്ന മാനുഷികമായ കരുതലുകൾ അസ്തമിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് കേട്ട ദൈവശബ്ദത്തെ പാടെ മറന്നു കളയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ ഇതേ അനുഭവമാണ് ഹാഗറിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പൈതൽ എപ്രകാരം ആയിത്തീരുമെന്നും അവനൊരു വലിയ ജാതിയാകുമെന്നും ദൂത് കേട്ട ഹാഗർ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാം കൊടുത്തുവിട്ട വെള്ളവും അപ്പവും തീർന്നു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മരണമാണ് ഇനി മുന്നിലെന്ന് താൻ കാണുവാനായിട്ടിടയെ തീർന്നു. ആ കുട്ടിയുടെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് മാറി ചെന്നിരുന്ന് കരയുന്ന ഹാഗറിനെ കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, മാനുഷികമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തും അതാ സംഭവിക്കുന്ന. ദൈവശബ്ദം കേട്ട് ഞാനും നിങ്ങൾ യാത്ര തിരിക്കുന്നവരായിരിക്കാം. എന്നാൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വഴികൾ അടയപ്പെടുമ്പോൾ ചില കരുതലുകൾ അസ്തമിക്കുമ്പോൾ ഞാൻ കേട്ട ദൈവ വാഗ്ദത്തം ഇതായിരുന്നല്ലോ, പക്ഷെ ഇവിടെ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളൊരു ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നെഗറ്റീവായി ചിന്തിക്കുകയും ഇവിടെ കൊണ്ട് തീർന്നു, ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് നാം ഫുൾ സ്റ്റോപ്പ് ഇടുവാനായിട്ട് ഇടയായി തീരുമ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ, അവിടെ നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു വാതിൽ ഉണ്ട്. സ്തോത്ര. അതെ, മാനുഷികമായ കരുതലുകൾ അസ്തമിക്കുന്ന ഇടത്ത് ദൈവിക വാഗ്ദത്തം ഉള്ളവനെ വളർത്തുവാൻ, ദൈവിക വാഗ്ദത്തം ഉള്ളവനെ എത്തിക്കുവാനായിട്ട് ഉറവ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യ തുറക്കുന്ന ഉറവകൾക്ക്, മനുഷ്യ തുറക്കുന്ന കരുതലുകളൊക്കെയും ഒരു അളവ് വെച്ച് തരുമ്പോൾ, ഒരു പരിമിതി ഇട്ട് അതിനപ്പുറമായിട്ട് പോകുവാൻ ഇടയാകാതിരിക്കുമ്പോൾ മരുഭൂമി വരെ മാത്രം ആ കരുതലുകൾ കൊണ്ട് അവസാനിക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോൾ ആ മരുഭൂമിക്കകത്തും വളർത്തുവാനായിട്ട്, ആ മരുഭൂമിക്കകത്തും ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് തുറന്നു വച്ചിട്ടുള്ളൊരു സർവശക്തനായ ദൈവമുണ്ട്. അതേ സ്തോത്രം. അത് തുറന്നു വച്ചിട്ടാണ് നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ദൈവം വാഗ്ദത്തം തന്നത്. ആ വാഗ്ദത്തത്തെ നാം മുറുകെ പിടിക്കുവാനായിട്ട് ഇടയായി തീർണം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന, അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരയുന്നു. സ്തോത്രം. ആ വാഗ്ദത്തങ്ങളെല്ലാം മറന്നു കളഞ്ഞിട്ട് കരയുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവളുടെ കരച്ചിലിനെ അല്ല ദൈവം കണ്ടത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടോ. വാഗ്ദത്തം കേട്ട് നീ ചിലപ്പോൾ കരഞ്ഞു കഴിഞ്ഞാ, പക്ഷെ ദൈവം കേട്ടില്ല എന്നിരിക്കാം. പക്ഷേ വാഗ്ദത്തമുള്ളവന്റെ നിലവിളി കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ വാഗ്ദത്തത്തെ മറന്ന് ചിലപ്പോൾ നിലവിളിച്ചെന്നിരിക്കാം, കരഞ്ഞെന്നിരിക്കാം. പക്ഷേ അതിന്റെ മുമ്പിൽ ദൈവം ഹല്ലേലൂയ നിന്നോട് സംസാരിക്കണമെന്നില്ല, നിന്റെ അടുക്കിലേക്ക് കർത്താവ് വാരി തുറക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, വാഗ്ദത്തം ഉള്ളവൻ എവിടെ ഇരുന്ന് നിലവിളിക്കുന്നുവോ, വാഗ്ദത്തം ആരുടെ മേലാണോ കിടക്കുന്നത്, അവൻ നിലവിളിക്കുവാൻ തയ്യാറാക്കുമ്പോ ആ നിലവിളിയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വാഗ്ദത്തം ഉള്ളവൻ നിലവിളിക്കുമ്പോ സ്വർഗത്തിന് മൗനമായിട്ടിരിക്കുവാൻ കഴിയില്ല. സ്വർഗം തുറക്കും. അത് ഏത് മരുഭൂമിക്കകത്തായി കഴിഞ്ഞാൽ ദൈവം ഉറവ തുറക്കുവാനായിട്ട് ഇടയായിത്തീരാ. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്ര, വാഗ്ദത്തമുള്ള ദൈവ പൈതലേ, നീ ഇരുന്ന് കരയുന്ന ഇടത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാനായിട്ട് ഇടയായിത്തീരാ. നീ ചലിക്കുവാൻ ദൈവം അനുവദിക്കാതെ നീ എവിടെ ഇരുന്നാണ് കരയുന്നത്, അവിടെ തന്നെ സ്തോത്ര എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവ ബാലന്റെ നിലവിളി കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് നമുക്ക് ചിന്തിച്ചിരിക്കാം, എന്റെ ഹാഗറല്ലേ കരഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ഹാഗറിന് ഓൾറെഡി ദൈവം ദൂത് കൊടുത്തിരുന്നു ബാലൻ എപ്രകാരമാവുന്നു. പക്ഷേ അവള് പറഞ്ഞതെന്താ, ബാലൻ മരിച്ചു പോകും, അത് കാണണ്ട. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ദൈവം നോക്കുന്ന, ദൈവം തന്ന വാഗ്ദത്തത്തെ നാം എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനെ പ്രതിസന്ധിക്കകത്ത് വരുമ്പോ നാം അതിനെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ദൈവം നോക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗർ അവിടെ ഹാഗറിനോട് ഒരു ചോദ്യം ചോദിക്കുന്ന, നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി
ദൈവം കേട്ടിരിക്കുന്നു. ബാലൻ എവിടെ ഇരുന്നാണോ നിലവിളിക്കുവാനായിട്ടിടയെത്തുന്നത് അവിടെ നിന്ന് നിലവിളി കേട്ട ദൈവം. പ്രിയ വാഗ്ദത്തമുള്ള ദൈവ പൈതലേ, നീ എവിടെ ഇരുന്നാണ് നിലവിളിക്കുന്നത് അവിടെ നിന്ന് നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയരത്തിലേക്ക് എത്തുവാനായിട്ടിടയത്തിനും നിന്റെ നിലവിളിയുടെ ശബ്ദത്തെ തടയുവാൻ, വാഗ്ദത്തമുള്ളവന്റെ നിലവിളിയെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവന്റെ നിലവിളിയെ ഹല്ലേലൂയ മറികടന്ന് ദൈവത്തിന് പോകാൻ കഴിയത്തില്ല. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഹാഗറേ നിനക്കെന്തേ ഹല്ലേലൂയ. കാരണം ഒറ്റ നിമിഷം കൊണ്ട് അവൾ അങ്ങ് മറന്നു പോകുക കിടക്കുന്ന വാഗ്ദത്തം. അതുകൊണ്ടാ ചോദിക്കുവാനായിട്ട്, നിനക്കെന്തേ, നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഓൾറെഡി ബാലൻ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, തലമുറകളെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ അവരെവിടെ ഇരുന്ന് നിലവിളിക്കുവാൻ തയ്യാറാക്കുന്നുവോ അവിടെ ദൈവം ഉറവകൾ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ പറയുന്നുണ്ട്, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. അവിടെ എന്ത് ചെയ്യുന്നു? വീണ്ടും ഹാഗറിനെ ഉറപ്പിക്കുന്ന ദൈവശബ്ദം കേൾപ്പിക്കുക, ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം. ഈ വാഗ്ദത്തം നേരത്തെ കേട്ടിട്ടുള്ളതല്ലേ? ഇതിനെ മറികടന്നിട്ടല്ലേ കുഞ്ഞിന്റെ മരണം കാണുമെന്ന് പറഞ്ഞ് ചെന്നിരുന്ന് കരയുവാനായിട്ടിടയായി തീർന്നത്? പലപ്പോഴും നാം കേൾക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റിക്കളയും പോവും. പ്രിയ ദൈവത്തിലെ വാക്ക് മാറ്റുന്ന ഒരു ദൈവമല്ല. നിന്നെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നാം ഭയപ്പെടാതെ നാം അതിൽ ഉറച്ച് ധൈര്യപ്പെട്ട് നിൽക്കുവാനായിട്ട് ഇടയായി തീർണം. അവിടെ കാണുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. സ്തോത്രം. തീർന്ന തുരുത്തിയുമായിട്ടാണ് അവൾ അവിടെ കരയുവാനായിട്ടിടയായി തീർന്നത്. അവളുടെ കണ്ണ് തുറക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. കണ്ണ് അടയപ്പെട്ടത് കൊണ്ട്, ദൈവിക വാഗ്ദത്തത്തിന്റെ ആഴത്തെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്? ബാലന്റെ മരണത്തെ മുന്നിൽ കണ്ടത്. ബാലന്റെ മരണത്തെ മുന്നിൽ കണ്ട അവളുടെ കണ്ണിനെ ദൈവം അങ്ങ് തുറക്കുവാനായിട്ടിടയായി തീർന്നു. തുറന്നിട്ട് അവൾ കാണിച്ചു, അവളൊരു നീരുറവ കണ്ടു. ഹല്ലേലൂയ. ആ ഒരു ടൈമിൽ അവൾ നീരുറവ കണ്ടു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ദൈവം നമ്മുടെ മുമ്പിൽ ചിലത് തുറന്നു വച്ചിട്ടുണ്ട്. പക്ഷേ അത് കാണുവാൻ കഴിയാതെ നമ്മുടെ കണ്ണുകൾ അടയപ്പെടുമ്പോ ഈ പകൽക്കാലം നാം പ്രാർത്ഥിക്കണം. ദൈവിക വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുമ്പോ ആ വാഗ്ദത്തത്തിനകത്ത് ഉള്ളതിനൊക്കെ കാണുവാൻ, ദീർഘദൃഷ്ടിയോടെ കാണുവാൻ, ചിലതിനെ കണ്ടു പ്രാപിക്കുവാൻ എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നാം. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ നാം ചിലത് കാണും. സ്തോത്ര. നമ്മുടെ സ്വയമായി തുറന്നാൽ ചിലപ്പോൾ കാണത്തില്ല. നമ്മുടെ സ്വയമൊത്തി നിന്ന് തുറന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിൽ നിന്ന് തുറന്നാൽ നമ്മുടെ കാരണം മരണമായിരിക്കാം, അല്ലെങ്കിൽ തീർന്നു പോകുന്നതായിരിക്കാം, അവസാനിച്ചതായിരിക്കാം, തീർന്ന തുരുത്തിയായിരിക്കും കാണുന്നത്. പക്ഷേ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നാൽ, സ്തോത്ര, നമ്മുടെ അവസ്ഥകൾ മാറുവാനായിട്ടിടയത്തിരും. അതുവരെ കാണാത്തത് ചിലത് നമ്മുടെ മുമ്പിൽ കണ്ടു തുടങ്ങുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം കർത്താവിനോട് പ്രാർത്ഥിക്കാം, എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എന്നോട് കേൾപ്പിച്ച ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ചിലത് കാണുവാൻ എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. ദൈവവചനത്തിന്റെ ആഴങ്ങളെ അറിയുവാൻ, ദൈവവചനത്തിന്റെ ഹല്ലേലൂയ പൊരുളുകളെ കാണുവാൻ, ദൈവമേ എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് ഈ പൽക്കാലം എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാം. ആ ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിന്റെ അകത്തുള്ള എല്ലാ വിടുതലുകളും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതൊന്ന് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാം വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വയ്ക്കുവാനായിട്ടിടയത്തില്ല, വിശ്വാസത്തോടെ ചിലത് പ്രാപിക്കുവാനായിട്ടിടയത്തില്ല, വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഇതറിയുന്ന ശത്രുമണ്ഡല പലപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ കണ്ണുകളെ കുരുടാക്കുവാനായിട്ടിടയായിത്തീര. ഈ പൽക്കാലം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന
പകൽക്കാലമായി തീരട്ടെ. യേശുവിന്റെ നാമത്തെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വാഗ്ദത്തങ്ങളുടെ ഉറവകൾ കാണുവാൻ, ദൈവിക വിടുതലുകൾക്ക് കാണുവാൻ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ദൈവം അവരുടെ കണ്ണ് തുറന്നു. അങ്ങനെക്ക് ദൈവം തുറന്ന നമ്മൾ കാണുന്നതൊക്കെയും വിടുതലായിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. അവൾ ഒരു നീരുറവ കണ്ടു. അവൾ അതുവരെ കാണാത്ത ഒന്നെന്ത് ചെയ്യുന്നു? ആ മരുഭൂമിക്കകത്ത് കാണുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. ചെന്നു തുരുത്തി വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. അവൾ അവിടേക്ക് പോകുവാനായിട്ടിടയെത്തുന്നു. തുരുത്തിയിൽ വെള്ളം നിറച്ചു. മരിച്ചു പോകുമെന്ന് പറഞ്ഞ കുഞ്ഞിനെ കുടിപ്പിക്കുവാനായിട്ടിടയെത്തുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്തും നിനക്ക് വേണ്ടി, നിന്റെ പൈതലിനു വേണ്ടി ഉറവ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരിക്കലും ആർക്കും അടപ്പാൻ കഴിയാത്ത ഒരു ഉറവയെ ദൈവം തുറക്കുവാനായിട്ടിടയത്തിലും. ദൈവം തുറന്നാൽ ആർക്കും അടപ്പാൻ കഴിയത്തില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അബ്രഹാം കൊടുത്ത അളവിന് അതൊരു അളവ് വച്ച കൊടുക്കുന്ന, പക്ഷേ അളവ് കൂടാതെ വേണം നിനക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമത്രേ നമുക്കുള്ളത്. സ്തോത്ര ഹല്ലേലൂയ. മനുഷ്യർ തരുന്നതിനൊക്കെയും ഒരു അളവ് വെച്ച്, ഒരു പരിമിതി വെച്ച്, ഇല്ലെങ്കിൽ മാസങ്ങളുടെയും വർഷങ്ങളുടെയും കണക്കുകൾ പറയുമ്പോ, ഇല്ലെങ്കിൽ ഇന്ന തന്നിട്ട് പിന്നെയും നമ്മെ സ്തോത്രം ഞാൻ നിനക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് നമ്മെ നിന്ദിക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോഴും ഇതൊന്നും പകരം ചോദിക്കാതെ നിനക്ക് വേണ്ടി ഉറവ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദൈവം തുറക്കുന്ന ഉറവയുടെ പ്രത്യേകത അത് ഒരിക്കലും വറ്റിപ്പോകല, അത് ഒരിക്കലും അടഞ്ഞു പോകത്തില്ല, അത് ഒരിക്കലും ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം, ചിലപ്പോൾ ചില മാനസിക കരുതലുകളൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർ അടച്ചെന്നിരിക്കാം. പിശാച് നമ്മുടെ മുമ്പിൽ പല പ്രലോഭനങ്ങൾ കൊണ്ടുവന്ന് തുറക്കുന്ന വാതിലുകളും നാം ആ പ്രലോഭനത്തിലേക്ക് വീഴുന്നില്ലെന്ന് കാണുമ്പോൾ അവൻ അടച്ചു കളഞ്ഞെന്നിരിക്കാം. പക്ഷേ സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിന് ആർക്കും അടയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ മരുഭൂമിയുടെ അനുഭവത്തിലാണോ കടന്നു പോകുന്നത്? മരുഭൂമിയാണെന്നോർത്ത് നീ നിരാശപ്പെടണ്ട, മരുഭൂമിയാണെന്നോർത്ത് നീ സങ്കടപ്പെടണ്ട. മരുഭൂമി ആയതുകൊണ്ട് എല്ലാ വഴികളും അടയപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. സ്തോത്ര. അതെ, എല്ലാ വഴികളും അടയുന്ന ഇടത്ത് നിനക്ക് വേണ്ടി നീ ഇതുവരെയും കാണാത്ത, ഇതുവരെയും കുടിക്കാത്ത, ഇതുവരെയും കണ്ണുകൊണ്ട് കാണാത്ത ഒരു ഉറവയെ തുറപ്പാൻ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അതേ, മരുഭൂമിക്കകത്ത് ദൈവം നിന്നെ കൊണ്ട് നിർത്തുന്നത്, അതേ സ്തോത്രം, നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വച്ചിട്ട. ഹല്ലേലൂയ. ആ ഒരു സാഹചര്യത്തിലാ ദൈവം മരുഭൂമിക്കകത്ത് കൊണ്ട് നിർത്തുമ്പോ ഇനി എനിക്ക് മരണം കാണാൻ വയ്യ. പലപ്പോഴും ഇതാണ്, ചില വിടുതന്റെ മുമ്പാകെ ദൈവം നമ്മെ കൊണ്ട് നിർത്തുമ്പോഴാ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ചില നെഗറ്റീവ് വാക്കുകളാ പല വിടുതലും തടയപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറഞ്ഞത്, ഞാൻ ബാലന്റെ നിലവിളി കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. വാക്തത്വം കേട്ട ഹാഗർ പറഞ്ഞു, കുട്ടിയുടെ മരണം പറയുമ്പോ ബാലൻ അവിടെ നിലവിളിക്കുമ്പോ ബാലൻ ഇരുന്ന ഇടത്ത് നിന്നുള്ള നിലവിളി കേട്ട ഒരു സ്വർഗത്തിലെ ദൈവമാണ് നമുക്കുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. കേട്ട വാക്തത്വങ്ങളെ നമ്മൾ മറന്ന് കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. വാക്തത്വങ്ങളെ മറക്കുന്നത് കൊണ്ടാ പലപ്പോഴും നിലവിളിയുടെ അനുഭവങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവത്തിന്റെ ശക്തിയുടെ അളവ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വരുന്നത്. മാനുഷികമായി ഉള്ള കരുതലുകൾ അടയപ്പെടുമ്പോൾ നിരാശപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ തുറന്ന വാതിൽ അടയ്ക്കപ്പെടുമ്പോൾ നാം വിശ്വസിക്കണം, ഇതിലും ശ്രേഷ്ഠമായത് ഒന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് നാം അകക്കണ്ണുകൊണ്ട് വിശ്വസിച്ച് എനിക്ക് വേണ്ടി പുതിയ വഴി തുറക്കുന്നതിനായി സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് മറ്റുള്ള മുമ്പിൽ ചെന്ന് കൈനീട്ടുവാൻ ഇടയാകാതെ വേണ്ട. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ നിരത്തി വയ്ക്കുവാൻ ഇടയാകാതെ വേണം. എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് കാര്യങ്ങളെ ക്രമീകരിച്ചു തരുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. നാം വീണ്ടും മാനുഷികമായിട്ടുള്ള സമീപനങ്ങളില്ല
ആശ്രയിക്കുന്നു. ഈ പൽക്കാലം മനുഷ്യരിലുള്ള ആശ്രയം വിട്ടിട്ട് നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആ സർവശക്തനായ ദൈവത്തിലേക്ക് ഒന്ന് ആശ്രയിക്കുവാനായിട്ട് കഴിയുമോ? ഇവിടെ പറയട്ടെ, സ്തോത്രം. ആരും സഹായിപ്പാൻ ചിലപ്പോൾ നമുക്ക് കാണത്തില്ലായിരിക്കാം, സ്തോത്രം. ആരും നമുക്ക് കരുതാനില്ലായിരിക്കാം, ആരും നമ്മെ ഓർക്കാനായിട്ട് ഇല്ലായിരിക്കാം, ഓർക്കേണ്ടവർ നമ്മെ ഓർത്തില്ലെന്നിരിക്കാം, സഹായിക്കുവാൻ കഴിയാവുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ ആരും നമ്മെ സഹായിക്കാൻ കടന്നു വന്നെന്നില്ലായിരിക്കാം, സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ സിറ്റുവേഷനുകളെ നന്നായി അറിയുന്നവർ നമ്മുടെ കൂടെ കാണുമായിരിക്കാം. പക്ഷേ അവര് പോലും എന്തായെന്ന് ചോദിക്കുവാൻ മനസ്സ് വയ്ക്കാൻ ഇടയാക്കാത്തവരായിരിക്കാം. പക്ഷെ നിന്റെ അവസ്ഥകളെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ കടന്നു പോകുന്ന സാഹചര്യത്തെ നന്നായി അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ പേഴ്സ് ശൂന്യമാകുന്നതിനെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് എവിടെയാണ് ശൂന്യത വെളിപ്പെടുന്നത് അറിയുന്ന ഒരു കർത്താവുണ്ട്, സ്തോത്രം. ആ കർത്താവിന് പറയാനായിട്ടുള്ളത് ഭയപ്പെടേണ്ട, സ്തോത്രം. ഇപ്പോഴേക്കാൾ ധൈര്യപ്പെടാമോ? ഹാഗറിനെ വിളിച്ചിട്ട് അതാ ചോദിച്ചത്, നിനക്കെന്തേ? വാക്തത്വമുള്ള ദൈവ പൈതലേ, നീ പ്രതിസന്ധി കാണുമ്പോ, മാനുഷിക കരുതലുകൾ അസ്തമിക്കുമ്പോ നീ എന്തിനാ നിലവിളിക്കുന്നത്? നീ എന്തിനാ ഭയപ്പെടുന്നത്? സ്തോത്രം. വാക്തത്വത്തെ മുറുകെ പിടിക്കുക, വാക്തത്വത്തിലേക്ക് ചലിക്കുവാൻ തയ്യാറാക്കുക, സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം, സ്തോത്രം, ചില വാക്തത്വങ്ങളെ ഉണർത്തിക്കുന്ന പകൽക്കാലം അത്ര യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ പ്രവൃത്തിക്കു വേണ്ടി. അതേ, സ്തോത്രം. നമ്മെ പരിഗണിക്കേണ്ടവർ നമ്മെ പരിഗണിച്ചില്ല എന്നിരിക്കാം, സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, ഹാഗറിന്റെ പൈതലിനു വേണ്ടി മരുഭൂമി ഉറവ തുറന്ന ദൈവം ഈ പകൽക്കാലം നമുക്ക് വേണ്ടി ഒരു ഉറവ തുറക്കും. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറക്കും. പ്രിയ ദൈവ പൈതലേ, നിന്റെ തലമുറ എവിടെയായിരിക്കുന്നുവോ അവർക്ക് അവിടെ ആവശ്യമായത് ദൈവം തുറക്കുവാനായിട്ടിടയായിത്തീരും. അവരുടെ വിദ്യാഭ്യാസം തുടങ്ങിയത് ദൈവമെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ഒരു വഴി തുറന്നു വയ്ക്കുകയും, ഞാൻ പറയട്ടെ, അതിനെ പൂർത്തീകരിക്കുന്നതും സർവശക്തനായ ദൈവമത്രേ. നിന്റെ കയ്യിലൊന്നും കാണത്തില്ലായിരിക്കാം, നിങ്ങളുടെ പേഴ്സ് ശൂന്യമായിരിക്കാം, പക്ഷേ എല്ലാം നിറയ്ക്കുന്ന ഒരു നിറവായിരിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം അറിയാതെ അല്ലല്ലോ അവർക്ക് വേണ്ടി, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ അവരെ പഠനത്തിന് വേണ്ടി ദൈവം വഴി തുറക്കുന്നത്. അവരെ പകുതി വഴി വെച്ച് വിടുന്നൊരു ദൈവമല്ല. അവിടെ ദൈവം എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കുവാനായിട്ടിടയെത്തിരും. ഹല്ലേലൂയ. ഇന്ന് ഹാഗറിനോട് ചോദിച്ചതുപോലെ, നിനക്കെന്തേ? നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ ഭയപ്പെടുന്നത്? സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നതായിരിക്കും. എങ്ങനെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമെന്ന് ആലോചിച്ച് ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ പറയട്ടെ, അവർക്കൊരു അഡ്മിഷൻ ദൈവം ഒരുക്കിയെങ്കിൽ, ഒരു വിസ അവർക്ക് ഒരുക്കിയെങ്കിൽ അവരെ അവിടെ വളർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ ഉള്ള നന്മ അവർക്ക് വേണ്ടി ദൈവം തുറക്കുവാനായിട്ടിടയത്തിനും. നീ ചിന്തിക്കാത്ത, നീ ഇതുവരെയും കാണാത്ത ചിലത്, സ്തോത്രം, കാണേണ്ടതിനായി ദൈവം നിന്റെ കണ്ണുകളെ തുറക്കും. ഹല്ലേലൂയ. ദൈവം കണ്ണു തുറന്ന നീ ചിലത് കണ്ടു തുടങ്ങും. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് ചിലതിന്റെ കണ്ണുകളെ തുറക്കും. നീ ചിലത് കാണുവാനായിട്ടിടയത്തിനും. ഇതുവരെയും കാണാത്ത, ഇതുവരെയും നീ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യൻ നിന്നെ സഹായിച്ചതായിരിക്കും. പക്ഷേ നീ കാണാത്ത ചിലരിൽ നിന്ന്, ഇതുവരെയും പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ചില ഉറവകൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. വാക്തത്വമുള്ളവന്റെ കൂടെ ദൈവം ഇരിക്കും. അവന് എവിടെ വളർത്തണമെന്ന് നിശ്ചയിക്കുന്നത് മാതാവും പിതാവുമല്ല, അവന്റെ മേൽ വാക്തത്വം കൊടുത്ത, അവനെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കിയ ദൈവമത്രേ. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നാം ബൗണ്ടറികൾ തലമുറയ്ക്കിടുമ്പോ, എന്നെ കൊണ്ട് ഇതിലൊന്നും പഠിപ്പിച്ചു കയറാൻ പറ്റത്തില്ല, ഇവിടെ എത്തിക്കാനായിട്ട് കഴിയത്തില്ലെന്ന് ഞാനും നിങ്ങളെ പുറകിലേക്ക് വലിക്കുവാനായിട്ടിടയായിത്തീരുമ്പോ, പ്രിയ ദൈവ പൈതലെ, ഇവിടെ വചനത്തിൽ കാണുന്നു, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവം നമ്മുടെ തലമുറയോട് കൂടെ ഉണ്ടെങ്കിൽ
അവരെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഒരു മനുഷ്യന്റെ സഹായം കൊണ്ട് അവർ ഒരിടത്ത് എത്തി എന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അതിനുവേണ്ടി ഒരു മനുഷ്യന്റെ സഹായത്താൽ അവരവിടെ എത്തിയെന്ന് പറയാനല്ല ദൈവം നിന്റെ തലമുറയെ കുറിച്ച് വാഗ്ദത്തം തന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്ക, അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമി പാർത്തു, മുതിർന്നപ്പോ ഒരു വില്ലാളിയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. മരുഭൂമി പാർക്കത്തക്ക രീതി അവന് വേണ്ടതൊക്കെയും അവിടെ ഒരുക്കി കൊടുത്ത ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഒരു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കിന് വേണ്ടി മാത്രമല്ല, ആ മരുഭൂമി എവിടെ കൊണ്ട് മരണത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു അവിടെ വളർത്തിയ ദൈവം. ഹല്ലേലൂയ. ഈ പകൽ പ്രിയ ദൈവ പൈതലെ, എവിടെ കൊണ്ട് നീ അവസാനിക്കുമെന്ന് പറയുന്നു അവിടെ നിന്റെ തലമുറകളെ വളർത്തുന്ന ഒരു സർവശക്തനായ ദൈവം അത്രേ. യേശുവിന്റെ നാമത്തിൽ നീ ഉഴന്ന് നടക്കുവാൻ, നീ സ്തോത്രം മാറി നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്രം, നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കുവാനായിട്ട് തരും. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, 4000 വർഷത്തിനു മുമ്പായിട്ട് ഹാഗറിന്റെ പൈതന് വേണ്ടി തുറക്കപ്പെട്ട ഉറവ ഇതുവരെയും അടയപ്പെട്ടിട്ടില്ല എന്ന നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ഉറവ, അല്ലെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കുന്ന ഒരു ഉറവ നിന്നിൽ അവസാനിക്കാതെ, നിന്റെ തലമുറയിൽ അവസാനിക്കാതെ, തലമുറയിൽ നിന്ന് അടുത്തൊരു തലമുറയിലേക്ക്, ജനറേഷൻ ടു ജനറേഷൻ എന്നതുപോലെ ചില ഉറവകൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ തുറക്കുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഒരു കോഴ്സ് പഠിച്ചു പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ കാണുവാൻ സാധിക്കുന്നു, മരുഭൂമി പാർത്തു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ആ ഉറവ ഇതുവരെ അടഞ്ഞിട്ടില്ല. സ്തോത്രം. 4000 വർഷം കഴിഞ്ഞിട്ടും ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അതേ സ്തോത്രം, ഒരിക്കലും അടയ്ക്കാത്ത ഒരു ഉറവ, എത്ര തന്നെ നീ ഉപയോഗിച്ചാലും തീരാത്തൊരു ഉറവ. ഇന്ന് വിശ്വാസ കണ്ണാൽ കാണാമോ? സ്തോത്രം. അല്പം കയ്യിലുള്ളത് കൊണ്ട് തീരുമ്പോ ഭാരപ്പെടുന്നില്ലേ? പക്ഷേ ഒരിക്കലും നീ ഉപയോഗിച്ചാലും ഹല്ലേലൂയ തീരാത്ത രീതിയിൽ ചില ഉറവകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എങ്ങനെ സംഭവിക്കുമെന്നറിയില്ല, എവിടെ നിന്ന് തുറക്കുമെന്നും അറിയില്ല. പക്ഷേ മരുഭൂമിയാണെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. എല്ലാ വഴികളും അവിടെ അടഞ്ഞു പോയെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. അവിടെ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വച്ചിട്ട മരുഭൂമിയിലേക്ക് കർത്താവ് നിന്നെ അയക്കുന്നത്. സ്തോത്രം. മരുഭൂമി നിന്റെ അവസാനമല്ല, മരുഭൂമി നിന്റെ വാഗ്ദത്തം തീരുന്നതല്ല, മരുഭൂമി നിന്റെ വാഗ്ദത്തങ്ങളുടെ തുടക്കങ്ങൾ കുറിക്കുന്ന ഒരു സ്ഥലമത്രേ. മരുഭൂമിക്കകത്ത് കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്ന ഒരു ദൈവം, മരുഭൂമിക്കകത്ത് വിജന പ്രദേശത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയത്തിനും. ദൈവം ഒരു വാതിൽ തുറന്ന, ദൈവം ഒരു ഉറവ തുറന്ന, അതിന് ആരെല്ലാം അടയ്ക്കാൻ നോക്കിയാലും അതിന് ആർക്കും അടപ്പാൻ കഴിയത്തില്ല. എവിടെ നിനക്കൊരു തുറവ തുറക്കത്തില്ല എന്ന് ശത്രു വാദിച്ചു, അവിടെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഹാഗർ പറഞ്ഞത് എന്താ? കുട്ടിയുടെ മരണം. കാരണം ഇനി അവിടെ ഒന്നുമില്ല, പ്രതീക്ഷകൾ അസ്തമിച്ചു. ഹല്ലേലൂയ. അവിടെയാ ദൈവം, അവിടെ ബാലനിരുന്ന് നിലവിളിച്ച ഇടത്ത, എവിടെ കുഞ്ഞു മരിച്ചു വീഴുമെന്ന് പറഞ്ഞുവോ അവിടെയാണ് ദൈവം ഉറവ തുറന്നത്. എവിടെ നിന്റെ ഫ്യൂച്ചർ അവസാനിക്കും, അല്ലെങ്കിൽ നിന്റെ തലമുറയുടെ ഭാവി അവസാനിക്കുമെന്ന് പറയുന്നു, അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അവസാനിക്കും, തീരും, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. നോ, അവിടെ നിന്ന് ചില തുടങ്ങാൻ പോകുക. അളവ് കൂടാവൻ തുറക്കുന്ന ദൈവത്തിന്റെ വഴി, പരിമിതികൾ വയ്ക്കാതെ വണ്ണം തുറക്കുന്ന ദൈവത്തിന്റെ വഴി. സ്തോത്രം. എന്റെ കരത്താ നീ ഇത്ര എത്തി, നിന്റെ തലമുറകൾ എത്തി എന്ന് പറയുവാൻ ഇടയാകാതെ വണ്ണം ദൈവം തുറക്കുന്ന ഒരു വഴി. ഹല്ലേലൂയ.
ആയിരിക്കും പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു അത്ഭുത ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനിടയെത്തിരും. ഹല്ലേലൂയ. അത് എവിടെ നിനക്കൊരു ഉറവ തുറക്കില്ല എന്ന് മാനുഷികമായി നാം ചിന്തിച്ചാലും, ശത്രു നമ്മുടെ ഹൃദയങ്ങളിലെ തോന്നിച്ചാലും, നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വഴികൾ കൊട്ടി അടയ്ക്കുവാൻ നോക്കിയാലും, ഈ പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം ഒരു വഴി തുറന്നാൽ അതിനെ ആർക്കും അടപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ പൽക്കാലം പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ദൈവം ചിലത് തുറന്നാൽ ചിലത് അടയപ്പെട്ടതിന്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്. ചിലരുടെ സഹായമൊക്കെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ തുടങ്ങിയത്. ചിലപ്പോൾ ഭവനപ്പണി തുടങ്ങിയത്, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തുടങ്ങിയത്. പക്ഷേ സാഹചര്യങ്ങൾ മുഖാന്തരം പെട്ടെന്ന് ആ കരുതലുകൾ അസ്തമിച്ചയിടത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തോന്നുമ്പോൾ ഞാൻ പറയട്ടെ, നിന്നെ ചിലയിടത്ത് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ കരുതലാ നിനക്ക് അവിടെ തുറന്നത്. ഹല്ലേലൂയ. അതും കൊണ്ട് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയത്തില്ല. സ്തോത്രം. അവരെ സഹായിച്ച ദൈവം നിന്റെ മേൽ പകരപ്പെട്ട വാഗ്ദത്തത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം വെളിപ്പെടണമെങ്കിൽ ദൈവം തുറക്കുന്ന വഴിയിലേക്ക് നമ്മൾ എത്തണം. സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുക, ഈ പകൽക്കാലം ആർക്കും അടപ്പാൻ കഴിയാത്ത ഒരു ഉറവ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി തുറക്കും. ഹാഗറിന്റെ പൈതന്റെ മരണം കാണുമെന്ന് പറഞ്ഞ് ഹാഗർ കരഞ്ഞ ഇടത്ത് ദൈവം ഒരു ഉറവ തുറന്നു കൊടുത്തുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ എവിടെ ഇരുന്ന് കരയുന്നുവോ, അടയപ്പെട്ടതിന്റെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോഴും, അവിടെ നിന്ന് എണീറ്റു പോകാൻ നിനക്ക് ശക്തിയില്ലാതെ ക്ഷീണിച്ചിരിക്കുമ്പോഴും, അവിടെ ഹല്ലേലൂയ നീ കരയുന്ന ഇടത്ത് തന്നെ ദൈവം നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായിരിക്കുന്ന, ഒരിക്കലും പറ്റാത്ത ഒരു ഉറവേ ദൈവം തുറക്കുവാനിടയെത്തിരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മാനുഷിക കരുതലുകൾ അസ്തമിച്ചു എന്നോർത്ത്, നിന്നെ സഹായിക്കേണ്ടവർ സഹായിക്കാതെ പോയെന്നോർത്ത് ഈ പകൽക്കാലം ഭാരപ്പെടേണ്ട. നിരാശകൾ വിട്ടുകളയുക, ആകുലതകൾ വിട്ടുകളയുക. ഇനി എങ്ങനെ കർത്താവേ മുന്നോട്ട്, ഹല്ലേലൂയ എന്നത് വിട്ടുകളഞ്ഞിട്ട് ദൈവം തന്ന വാഗ്ദത്തത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ദൈവം കൈമാറിയ ദൈവിക ശബ്ദത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാഗറിന്റെ അടുക്കൽ വന്നിട്ട് അതിനു മുമ്പായി അധ്യായങ്ങളിലെ ദൈവം പറഞ്ഞ അതേ ദൂത് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഹാഗറിനെ ഉണർത്തിക്കുവാൻ കാരണം എന്താ? ഹാഗർ മറന്നു കളഞ്ഞു പൈതനെ കുറിച്ച് പറഞ്ഞ ദൈവിക ആലോചന. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം പലപ്പോഴും നാം പലതും മറന്നു കളഞ്ഞിട്ട് മാനുഷിക കരുതലുകൾ അസ്തമിക്കുന്നിടത്ത് നിലവിളിക്കുവാനിടയെത്തിരുമ്പോ, ഇവിടെ കൊണ്ടെല്ലാം തീർന്നു എന്ന് പറയുമ്പോ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ദൈവം എന്താണ് പറഞ്ഞത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. സ്തോത്രം. അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കുക. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും ദൈവശബ്ദങ്ങൾ ദൈവം നമ്മെ കേൾപ്പിക്കുന്നത് പലപ്പോഴും നാം പതറിപ്പോകുന്നത് കൊണ്ടാ, പലപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ മറന്നിട്ട് നിലവിളിയിലേക്ക് കയറുന്നത് കൊണ്ടാ, കരച്ചിലേക്ക് പോകുന്നത് കൊണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമ്മോട് വാഗ്ദത്തം പറഞ്ഞത് സർവശക്തനായ ദൈവമെങ്കിൽ ദൈവം വാക്കു മാറുകയില്ല. മരുഭൂമിക്കകത്തും ദൈവം ഉറവ തുറക്കും. ഹല്ലേലൂയ. അത് ശ്രേഷ്ഠകരമായിട്ടുള്ളതായിരിക്കാം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആർക്കും അടപ്പാൻ കഴിയാത്ത ഒരു ഉറവ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനിടയെത്തിരും. ആർക്കും ഹല്ലേലൂയ അടയ്ക്കാൻ കഴിയാത്ത, എത്ര തന്നെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരിക്കലും വറ്റാത്ത, ഇവിടെ അതാ കാണുവാൻ സാധിക്കുന്നത്. 4000 വർഷം ആയിട്ടും ആ ഉറവ അടയപ്പെട്ടില്ല എങ്കിൽ ആ ഒരു ജനറേഷനിൽ നിന്ന് തുടങ്ങിയ ഒരു ഉറവ, ഹാഗറിന്റെ പൈതന്റെ മുമ്പിൽ ആ തലമുറയിൽ നിന്ന് തുറക്കപ്പെട്ട ഉറവ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ
പ്രിയ ദൈവ പൈതലേ, നിനക്ക് മുമ്പിൽ തുറക്കുന്ന ഉറവ നിന്റെ ഒരു ജനറേഷനെ കൂടെ അവസാനിക്കത്തില്ല. അവിടെ നിന്ന് അടുത്തൊരു ജനറേഷനിലെന്ന് പറഞ്ഞുകൊണ്ട് തലമുറകളിലേക്ക് വ്യാപരിക്കത്തക്ക രീതിയെ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ചലിക്കത്തക്ക രീതിയിൽ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു ഉറവയെ തുറക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്ന ആർക്കും അത് അടപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ കാലത്തെ സങ്കടങ്ങൾ, ഇന്നലെ കാലത്തെ വേദനകൾ നിന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, എൻ്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. അതേ, നീ ഉഴന്ന് നടന്ന സമയങ്ങൾ കാണുമായിരിക്കാം. നിന്റെ കരത്തിലുള്ളത് കൊണ്ട് നീ അല്പം ചെലവാക്കിയിട്ട് അയ്യോ തീരാറായല്ലോ നീ ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. പേഴ്സിന്റെ ഒരു പൈസ എടുത്തു വെച്ചിട്ട് തീർന്നു പോകുന്നല്ലോ, ഇനി എന്തേന്ന് ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. ഈ പകൽക്കാലം ആകുലതകൾ മാറട്ടെ. നിന്റെ കരത്തിൽ എല്ലാം തീരുമ്പോ ഹല്ലേലൂയ അതിനെ നിറയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ അതാ കാണുവാൻ സാധിക്കുന്നത്. തുരുത്തിയിലെ വെള്ളം ചെലവായി തീർന്നു. ഹല്ലേലൂയ. അതെല്ലാം തീരുന്നത് വരെ ദൈവം തുറന്നില്ല. ചെലവായി തീർന്നു കഴിഞ്ഞു, എല്ലാം അസ്തമിച്ചു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ ഇടത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബാലന് വേണ്ടി ഉറവ തുറന്നുവെങ്കിൽ നിന്റെ കരം ശൂന്യമായി തീരുമ്പോ, നിന്റെ പേഴ്സ് കാലിയായി തീരുമ്പോ, ഇനി എങ്ങനെ സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയാതെ നിൽക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം അവിടെ ശ്രേഷ്ഠകരമായ ഒരു ഉറവ തുറക്കും. അങ്ങനെയൊക്കെ ആർക്കും അടപ്പാൻ കഴിയാത്ത ഒരു ഉറവ ദൈവം നിങ്ങൾക്കായി തുറക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, അടയപ്പെട്ടതിന്റെ മുമ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ ആർക്കും അടപ്പാൻ കഴിയാത്ത ഒരു ഉറവ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം തന്റെ ജനത്തിനു വേണ്ടി തുറക്കണം. മനുഷ്യർ തുറക്കുന്ന ഉറവ മനുഷ്യർ അടച്ചു കളഞ്ഞെന്നിരിക്കാം, പക്ഷേ ദൈവം തുറക്കുന്ന ഉറവ അടയ്ക്കുന്നതല്ല. സ്തോത്രം. അതിന് ആർക്കും അടപ്പാൻ കഴിയത്തില്ല. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ചലിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരയുന്ന മാതാവിന് വേണ്ടി, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവെ ഈ പകൽക്കാലം ചില ഉറവകൾ തുറക്കട്ടെ. മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറട്ടെ. മരുഭൂമിക്കകത്ത് വളർത്തുന്ന ദൈവത്തിൻ്റെ കരം യേശുവിൻ്റെ നാമത്തിൽ ശ്രേഷ്ഠകരമായിരിക്കുന്ന ചില ഉറവകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം തുറക്കട്ടെ. കടബാധ്യതകൾ മാറട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. ഭാരത്തോടിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മേൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഈ പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.